അയ്യോ കുടിഞ്ഞു ചന്തു. ആരൊന്നല്ലോ അമ്മാവാ, പകിട പകിട. ഒന്നുമില്ല അമ്മാവ, ഞാൻ ഉറക്കത്തിൽ പകിട പകിട എന്തോ ഒരു ഒച്ച കേട്ടു അമ്മാവ. നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ശരി ശരി, പോയി കിടന്ന് ഉറങ്ങി. എന്റെ കൊച്ചു തമ്പുരാട്ടി, ഓരോ നാള് ചെല്ലും തോറും ആളില്ലാണ്ടാകണല്ല. ഒന്ന് എഴുന്നേറ്റ് കുളിക്കുകയോ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യേ. വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനാ? നാടായ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം തിരുവാതിര കുളിച്ച് കുറിയും ഇട്ട് മാരനെ തേടി പാടുന്നു. എന്റെ പാട്ടും കുളിയും എല്ലാം കഴിഞ്ഞു. ഇനി കുറിവിടെ ഇട്ടാൽ മതി. എന്തെല്ലാം പിച്ചും പേരുമാണ് ഈ പറയുന്നത്. എന്റെ കാവിലമ്മേ, തേടി ഉണ്ണാൻ പോയ തേവീശി കണ്ണാടി വിറ്റ് ഉണ്ടോന്ന് കേട്ടിട്ടുണ്ട്. അതുപോലായി ഇപ്പൊ ചന്തുവിനെ തേടി പരക്കം പാഞ്ഞ സേവൻ അയാളോടൊപ്പം പായിട്ട് ഉറങ്ങിയിരിക്കുന്നു. കഷ്ടം. നിനക്കത് ചുണ്ടി കൂടുന്നുണ്ട്. ചന്തു ചന്തു എന്ന് പറഞ്ഞാൽ നിനക്ക് ആകെ കൽപ്പാണല്ലോ. അവന്റെ അനന്തരവനാണ്. ഉണ്ണിയാഴ്ചയെ കല്യാണം ചെയ്ത് കൊടുക്കാഞ്ഞ് അവൻ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയെന്നേ ഉള്ളൂ. ഇത്രയ്ക്ക് വേണ്ടി അവൻ നിന്നോട് എന്ത് ചെയ്തു? എല്ലാവരും ഒന്ന് സമാധാനിക്കും. ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? ഞാൻ ആ കുടിയിലൊന്ന് തങ്ങിപ്പോയി. അതിന് വേണ്ട വേണ്ട, ഇനി ആ കുടിയിലോട്ടുള്ള പോക്കും വരവും നമുക്ക് വേണ്ട. തുമ്പോലാർച്ചയെ പാണം കൊണ്ടുപോവുകയോ ചന്ത കൊണ്ടുപോവുകയോ ചെയ്തോട്ടെ. അതിന് നീ എന്തിനു പോണം? ഈയിടെ കളരിയിൽ പോകാറില്ല, മെയ് വരക്കാറില്ല, ശിഷ്യന്മാരെ കാണാറില്ല. നിന്റെ ഈ മീശയും തടയും കൊണ്ട് എന്നെ തടിപ്പെടുത്തണ്ട. എന്റെ ചൂണ്ടുവരിൽ ഞാൻ നിലനിർത്തും. എവിടെ നിന്ന് വരുന്നതാ നീയെ? അടിയാൻ മഞ്ഞപ്പണല്ലൻ മലയിടുക്കിൽ നിന്നും വരികയാണ്. ഓഹോ, അപ്പോ നീ കാടനാണോ? കാടനും നാടനും ചേർന്ന ഒരു കടപ്പനാടൻ. നീ എന്തിനാ വന്നത്? ഉണ്ണുമ്പോൾ വന്നാൽ ചോറുകാരും തേക്കുമ്പോൾ വന്നാൽ എണ്ണവേ. നീ അപ്പുറത്തേക്ക് വരും. അടിയൻ ഇപ്പം എണ്ണയും ചോറും ഒന്നും അല്ല വേണ്ടത്. അടിയന്റെ കൂട്ടാളിയിലെ പെണ്ണിനെ ചന്തു തമ്പുരാൻ പിടിച്ചോണ്ട് പോന്നു എന്ന് കേട്ടു. സത്യവും നീതിയുള്ള ഈ പുത്തൂരം വീട്ടിലും ചോദിച്ചിട്ട് അടിയങ്ങളുടെ കേടോടെ അങ്ങോട്ട് നയിക്കാന്ന് വിചാരിച്ചത്. എടാ, നീ അച്ഛന്റെ അടുത്ത് കയറിയിരിക്കുന്നു. അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. നിന്റെ പേരെന്താടാ? വിടാകണ്ടൻ കുടാകണ്ടൻ. കേട്ടാ, ഈ നാട്ടിലുള്ള കൂടോത്രമെല്ലാം ഈ കുടിയിലോട്ട് കയറി വന്നാൽ പോയതാ. നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യും. അപ്പോ കാട്ടുപടയും പാലപ്പടയും കൂടി മികച്ചേരി വീട്ടിലോട്ട് പടം നയിച്ചോട്ടെ. പടപട നയിച്ചോട്ടെ. വേണ്ട, നീ ഇവിടെ നിൽക്കും. അച്ഛാ, നാളെ മുതൽ മുടങ്ങിക്കിടക്കുന്ന കളരി തുറക്കാൻ പോവുകയാണ്. ഞാൻ തെല്ലുനാൾ കഴിഞ്ഞ് തിരിച്ചു വരും. ആശാനെ, ഈ പാണക്കളി എത്ര നാളത്തേക്ക്? എടാ, ഒരു കള്ളം പറഞ്ഞാൽ നേരെ നിൽക്കണമെങ്കിൽ പിന്നെ 100 കള്ളം പറയേണ്ടതായി വരും. എന്നാ തുമ്പോളാഴ്ച തമ്പുരാറ്റോടെങ്കിലും ആ പരമാർത്ഥം പറഞ്ഞൂടെ? അയ്യോ, വേണ്ട വേണ്ട. ഞാൻ ആരോപണമാണെന്ന് അവൾ അറിഞ്ഞാൽ എന്നെ കൊത്തി വിഴുങ്ങിക്കളയും. മാത്രമല്ല, പെൺബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ ഞാനൊരു പുതിയ കെണി ഇണക്കി വെച്ചിട്ടുണ്ട്. അല്ല, ആശാന്റെ കെണി കൊള്ളാം. പക്ഷെ ഓല ആരവിടെ കൊണ്ട് കൊടുക്കും? മികച്ചേരി വീട്ടിൽ കാല് കുത്തിയാൽ കാല് വെട്ടിക്കളെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ എന്താണ് ഞാനും താമരത്തങ്കച്ചി, ഒരു രഹസ്യം, ഒരു ഉപഹാരം ചെയ്യാമോ? പിന്നെ തേയിയും തങ്കച്ചിയും കൂടി ചേർന്ന്. ഓ, അത് ഞങ്ങളേറ്റു. അത് നല്ല കളി ആശാനെ. ആശാന് പോയാൽ 2 പെങ്ങന്മാരെ പോവുള്ളൂ. എനിക്ക് പോയാൽ എന്റെ ചങ്കും കരളും പോകുന്നത് കേട്ടു. ഇങ്ങോട്ട് വാടി. എടുക്ക, വല്ലതും കാണും. അച്ഛൻ
പണം വരുമ്പോ സ്ഥലം അമ്മ സ്ഥലം വിട്ടു. പൊന്നി ഇവർക്ക് വല്ല നെല്ലോ അവിലോ കൊണ്ടുവന്ന് കൊടുക്കും. തമ്പുരാട്ടി, ഞങ്ങൾ അറിയില്ലേ തേയും താമരയും. ആങ്ങളെ റോന് തന്നേച്ചിട്ടുണ്ട്. തേയ് എടുത്തു കൊടുടേ. നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കും. പുടവ തന്നെ എന്റെ പെണ്ണെ, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ അവിടെ എത്തും. നിന്റെ കൂടെ അന്തി ഉറങ്ങും. നിന്നെ തട്ടിക്കൊണ്ടുപോയ ചന്തുവിന്റെ തല ഞാനിന്ന് രാത്രി അറുത്തെടുത്ത് നിന്നെയും കൊണ്ട് ഞാനിങ്ങ് പോരും. കാട്ടുപടയും പാണപ്പടയും നിന്നെ കൊണ്ടുപോരാൻ അകമ്പടിക്കുണ്ട്. എന്റെ പൊന്നു പാണത്തിപ്പെണ്ണെ, പോരാൻ ഒരുങ്ങിയിരുന്നോളെ. നിന്റെ പാണൻ കുറുപാട്ടിയെ എന്തോ നിങ്ങളെ ചന്തു തമ്പുരാൻ വിളിക്കുന്നു. ഓ, മുഖം നോക്കി ലക്ഷണം പറയാനായിരിക്കും. വാമൻ, നിങ്ങളുടെ കൈ നോക്കണോ? വേണ്ട, അവിടെ ചെന്ന് നോക്കാം. വാ, വാടും വാ. ഐശ്വര്യമുള്ള മുഖമാണല്ലോ തമ്പുര. രേഖ നോക്കി ഫലം പറയട്ടെ. കണ്ടോ കണ്ടോ? ആ, കണ്ടു കണ്ടു. വലിയ തമ്പുരാന്റെ തിരുനെറ്റിക്കൊരു മറുക് കണ്ടു. തമ്പുരാന്റെ കൈ നോക്കട്ടെ. മാറി നിൽക്ക്. നിങ്ങൾ എവിടുന്ന് വരുന്നു? സത്യം പറയണം. തുമ്പോലാർത്തിക്ക് കൊടുത്ത ഓല ആര് നന്നായിച്ചാണ്? കളവ് പറഞ്ഞാൽ രണ്ടിന്റെ തല ഞാൻ അരിഞ്ഞെടുക്കും. ഓലയോ? ഏത് ഓല? നിനക്കറിയില്ല അല്ലേ? നിങ്ങൾ ആ ബാണന്റെ അനിയത്തിമാരാണല്ലേ? ആങ്ങളയ്ക്ക് തുണയായി വന്നിരിക്കുന്നു. സത്യം പറയും, അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇല്ല, ഞങ്ങൾ പറയില്ല. നാണമില്ലാത്ത തമ്പുരാനെ, ഞങ്ങളുടെ ആങ്ങളെ ഏതേലും വീട്ടിൽ കയറി പെണ്ണാളെ കട്ടോണ്ട് പോന്നോ? അംഗചേകരുടെ മുൻപിൽ കയറി നിന്ന് ആണുങ്ങളെ പോലെ അംഗമെട്ട് ജയിച്ചാണ് പെണ്ണിനെ കെട്ടിയത്. ആരവിടെ? രണ്ടിനെയും കൊണ്ടുപോയി തലയിടുകളെയും. ചതിച്ചു തമ്പുരാട്ടി, ചതിച്ചു. ചന്തു തമ്പുരാൻ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. ആ പാണക്കിടാത്തിൽ തല എറിഞ്ഞെടുക്കാൻ പോകുന്നു. കവിനമ്മേ, ഇനി ഞാൻ എന്തെല്ലാം കാണണം.